1984 കാതോട് കാതോ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടായിരുന്നു. ആ ഒരു സിനിമയിൽ നടക്കുന്ന സെയിം ഇൻസിഡന്റ് ആണ് ഈ ഒരു രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയിലുള്ളത്. സോ ഈ കഥ തുടങ്ങുന്നത് മിക്കതും നടന്ന ഒരു ഇൻസിഡൻസ് വെച്ചാണ് നോക്കുന്നത്. അതായത് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കഥ തുടങ്ങുന്നത്, അതായത് ആസിഫ് അലിയുടെ എൻട്രി തന്നെ സസ്പെൻഷനായ പോലീസ് ആയിട്ടാണ്. അതായത് നമ്മൾ നോർത്തില് റമ്മി സർക്കിൾ വഹിച്ച് 15 ലക്ഷം രൂപ നേടി എന്നൊരു പോലീസുകാരുണ്ടായിരുന്നു. അത് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് അത് ആസിഫ് അലി കൊടുത്തു. ആസിഫ് അലി 15 ലക്ഷം രൂപ റമ്മി കളിച്ച് കിട്ടി, നേടി പോയതല്ല കിട്ടി. അപ്പൊ ആ ഒരു പേരിൽ സസ്പെൻഷനായി. അപ്പൊ അവിടെ ആസിഫ് അലിയുടെ ഇമേജ് അങ്ങ് പോയി. അപ്പൊ ഈ ആസിഫ് അലിയുടെ ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ആസിഫ് അലി മാക്സിമം നോക്കാറ്. അപ്പൊ അങ്ങനെ സസ്പെൻഷനിലായി കഴിഞ്ഞ് അദ്ദേഹത്തിന് വേറൊരു സ്റ്റേഷന്റെ പരിധിയിൽ മാറ്റിയാണ്. അപ്പൊ ആ ഒരു സ്റ്റേഷന്റെ കീഴിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കെൽട്ടൻ കിട്ടുന്നു. ഈ സ്കെൽട്ടൻ കിട്ടുന്ന വെച്ചാല് സിദ്ദീഖ് ഈ കാട്ടിന്റെ അകത്താണ് ഈ ഒരു സ്കെൽട്ടൻ കുഴിച്ചിട്ടിരിക്കുന്നത്. കാട്ടിന്റെ അകത്ത് വന്നിട്ട് ഫേസ്ബുക്ക് ലൈവ് ഇടും. ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് ഈ നടന്ന കാര്യം ഒന്നും അവിടെ ഇവിടെ തൊടാതെ ഈ ഒരു ലൈവ് പറഞ്ഞിട്ട് തോക്കെടുത്ത് സ്വന്തമായിട്ട് വീഡിയോസ് മേടിക്കും. അപ്പൊ ഈ ഒരു ലൈവ് എത്രത്തോളം ട്രെൻഡിങ് ആയി. ഇപ്പൊ അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഡിഗ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്കെൽട്ടൻ കിട്ടുന്നത്. സോ അവിടെ നിന്നാണ് കഥയുടെ ആദ്യ ഭാഗം തുടങ്ങുന്നത്. പിന്നെ ഈ സ്കെൽട്ടൻ എവിടെ നിന്ന് പോയി എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ DNA ടെസ്റ്റില് ഇതൊരു പെൺകുട്ടിയുടെ സ്കെൽട്ടൻ ആണെന്ന് അറിയും. പിന്നെ അവര് പരിശോധിക്കുന്നതെല്ലാം കാണാതായ പെൺകുട്ടികളെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയത് ഈ ഒരു കൊലുസാണ്, ഒരു പാൽസരം ഇവർക്ക് കിട്ടി. അപ്പൊ ഈ ഒരു കൊലുസ് അങ്ങനെ കിട്ടി. പിന്നെ അത് വെച്ചായിരുന്നു അന്വേഷണം. അത് പോയി ചെന്ന് നിന്നത് ഈ ഒരു 1984 ഇറങ്ങിയ കാതോർ കാതോ സിനിമയുടെ സെറ്റിലായിരുന്നു. അതായത് ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനാണെന്ന് പിന്നെ അവർ മനസ്സിലാക്കി. അത് എൻട്രൻസ് കൊണ്ടുവരുന്ന ആ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കീഴിലുള്ള പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കി. പിന്നീട് ഇവർ ഏത് പെൺകുട്ടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു കാതോർ കാതോ സിനിമയുടെ ആ ഒരു പഴയ പാട്ടില് ഇവര് സെറ്റ് ചെയ്തു. അതായത് പാട്ട് നോക്കിയപ്പോ ഈ ഒരു രേഖ എന്ന് പറയുന്ന കുട്ടി അതിലുണ്ട്. അതും AI വെച്ചാണ് അനശ്വരയുടെ ആ ഒരു മുഖം അതിൽ മാച്ച് ചെയ്യുന്നത്. ഫുൾ AI ആണ്. പിന്നെ AI കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയും വരുന്നത് ഫുൾ AI ആണ്. എല്ലാ AI ഇത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ആ ഒരു പഴയ ബെൻസ് കാറും ആ 369 പിന്നെ ആ മമ്മൂട്ടിയുടെ നടപ്പ് ശൈലി, അതായത് വേറൊരു ആളെ കൊണ്ട് മമ്മൂട്ടിയുടെ സെയിം ഫിഗർ ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് മുഖം ആ ഒരു സമയത്തുള്ള കട്ട് ചെയ്തതാണ്. പെർഫെക്റ്റ് കാസ്റ്റിംഗ്. അത് 6 കോടി ബഡ്ജറ്റ് ചിത്രത്തില്. ബാക്കിയുള്ള നമ്മുടെ ഗോട്ടലായിരുന്നാൽ പോലും, ശങ്കറിന്റെ ഇന്ത്യൻ ടൂലായിരുന്നാൽ പോലും AI തൊലച്ച് വെച്ചിരിക്കുന്നത്. ഇതില് സീനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഈ ഒരു കാതോർ കാതോർ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങളും ആ ഒരു സിനിമയിൽ നൈസായിട്ട് കാണിക്കുന്നു. ആ ഒരു നമ്മുടെ കാറ്റാടിയുടെ കാര്യം ആ ഒരു സിനിമയെ കാണിക്കുന്ന, ഒരു സോങ് കാണിക്കുന്ന കാറ്റാടിയെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാറ്റാടിയുടെ എഡ്ജ് തട്ടിയിട്ട് ഈ ഒരു രേഖ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കന്യാസ്ത്രീ എന്ന് പറഞ്ഞ ഡ്രസ്സ് മാറിയാണ്. അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ കന്യാസ്ത്രീ ആയിട്ടാണ്. അപ്പൊ ആ ഡ്രസ്സ് കീറി അതിൽ പിന്നെ അവർക്ക് അഭിനയിക്കാൻ പറ്റൂല എന്ന ടെൻഷൻ കയറിയാണ് അടുത്തുള്ള കോൺവെന്റിൽ പോകും. അവിടെ വെച്ച് വീണ്ടും കഥ മാറുകയാണ്. കോൺവെന്റിൽ കയറുമ്പോഴാണ് അവിടുത്തെ ഒരു സിസ്റ്റർ ഒരു കന്യാസ്ത്രീ ഡ്രസ്സ് കൊടുക്കും. പക്ഷെ അത് ഈ ഒരു പഴയ കന്യാസ്ത്രീ ഡ്രസ്സുമായിട്ട് മാച്ചിങ് ആവില്ല. അങ്ങനെ ഇത് അവിടുത്തെ കോസ്റ്റ്യൂം ഡിസൈനർ സെറ്റ് ചെയ്ത് അവർ സിനിമയെ കയറ്റിട്ട് ഈ രേഖ എന്ന പെൺകുട്ടി ഭയങ്കര മമ്മൂട്ടി ആയിരുന്നു. സാധാരണ എല്ലാവരും മമ്മൂക്കാന്ന് വിളിക്കും. ഇവര് വിളിക്കുന്നത് മമ്മൂട്ടി ചേട്ടൻ എന്നാണ്. അങ്ങനെ മമ്മൂട്ടി ചേട്ടന്റെ കൂടെ അവര് അഭിനയിച്ച് അങ്ങനെ ആ ഒരു സംഭവം അങ്ങ് പോകും. പിന്നീട് രാത്രി, അതായത് ആ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി കോൺവെന്റിൽ ഒരു താമസിക്കാൻ പോകുമ്പോഴേ കോൺവെന്റിൽ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. അപ്പൊ ഈ വേലക്കാരി അവിടെ വേറൊരു ഒരു പയ്യനും കൂടെ ഉണ്ട്. അതാണ് മനോജ് കെ ചെയ്യുന്നത്. മനോജ് കെ ജയൻ ഈ ഒരു കഥ തുടങ്ങുമ്പോഴ് വലിയൊരു കോടീശ്വരനാണ്. അപ്പോ ഈ ഒരു വേലക്കാരി ചെയ്യുന്ന വെച്ചാൽ ഇവരും ഈ ഒരു പയ്യനും കൂടെ ചെയ്യുന്ന വെച്ചാൽ അവിടുത്തെ സാധനങ്ങളെല്ലാം മറിച്ച് വിൽക്കുകയാണ് രാത്രി. റബ്ബർ ഷീറ്റ് ആയിരുന്നാലും അടക്കയായിരുന്നാലും എല്ലാം മറിച്ച് വിറ്റിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഇവർക്ക് കിട്ടിയതൊന്നും പോരായിട്ട് ഈ മടക്കാര് ചാറ്റിക്ക് വെച്ചിരിക്കുന്ന കുറച്ച് പൈസ ഉണ്ട്, അത് മോഷ്ടിക്കാൻ നോക്കും. അപ്പൊ മോഷ്ടിക്കണമെങ്കിൽ ഇവരെല്ലാം ഉറങ്ങി കിടക്കണം. അപ്പൊ ഇവര് തലേദിവസം വെക്കുന്ന ഫുഡില് ഉറക്കോളി പൊടിച്ചിട്ടിട്ട് കൊടുക്കും. അതിൽ ഈ രേഖ എന്ന് പറഞ്ഞ പെൺകുട്ടി മാത്രം കഴിക്കില്ല, ബാക്കി എല്ലാവരും കഴിക്കും. അപ്പൊ ഈ മോഷ്ടിക്കാൻ കയറുമ്പോ ഈ രേഖ എണീക്കും, ഈ രേഖയെ കൊല്ലും. അങ്ങനെ കൊല്ലും. അങ്ങനെ ഒരു 4 പേര്, അതായത് അതായത് നമ്മൾ സിനിമയിൽ കാണിക്കുന്ന സീനിയർ ആർട്ടിസ്റ്റ് അതായത് സീനിയർ ആക്ടറിന്റെ ചെറുപ്പഭാഗം കാണിച്ചിരിക്കുന്ന എല്ലാവരുടെ സ്വന്തം മക്കളാണ്. സിദ്ദീഖിന്റെ ആയിരുന്നത് സിദ്ദീഖിന്റെ മകനാണ്, കമൽ സാറിന്റെ ആയിരുന്നെങ്കിൽ കമൽ സാറിന്റെ മകനാണ്. അങ്ങനെ മിക്കതും അവരുടെ സ്വന്തം മക്കളാണ്. അപ്പൊ അങ്ങനെ അവർ ചെയ്തിട്ട് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ട് കുഴിച്ചിടും. അപ്പൊ ഈ ഒരു അടിച്ചു മാറ്റിയ സാധനത്തിന്റെ ഇതരത്ത് ഈ പെൺകുട്ടിയുടെ തല വെച്ചു കൊടുത്തിട്ട് ഇവള് കടന്നു കളഞ്ഞു. പൈസ എങ്ങോട്ട് കടന്നു കളഞ്ഞു. ഇപ്പം ഇവളെ കുഴിച്ചിട്ടു. ഈ പൈസ കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് സിനിമ നമ്മുടെ ഒരു
മിഡിൽ സ്റ്റോറി ആയിട്ട് വരുന്നത്. പിന്നെ അവിടെ നിന്നാണ് ഈ ഒരു കൊലയാളി ആരൊക്കെയാണെന്ന് കണ്ടെത്തുന്നത്. പിന്നെ ഇതിൽ മിക്കതും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഭരതൻ സാറായിരുന്നാലും കമൽ സാറായിരുന്നാലും എല്ലാവരും ആ ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് പോലെ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഒരു തുമ്പ് കിട്ടുന്നത് സഫാരി ചാനൽ വഴിയാണ്. അതായത് ഇതിന്റെ കഥ എഴുതുന്നത് ജോൺ പോൾ എന്ന് പറയുന്ന ആളാണ്. ആള് മരിച്ചുപോയി. അപ്പൊ ആ ആളുടെ ഒരു ഇന്റർവ്യൂ സഫാരി ചാനലുണ്ട്. അപ്പൊ ആ ഒരു ഇതൊരു ഇമാജിനറി സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ആ ഒരു ആളെ സൗണ്ട് ഡബ് ചെയ്ത് അതിൽ ചെറിയൊരു ക്ലൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ആസിഫ് അലി ഫോറൻസിക് സർജനും കൂടെ നോക്കുമ്പോൾ ഫുൾ ഡബ് ചെയ്ത്. അപ്പൊ അങ്ങനെയാണ് അവിടെ നിന്നും കണ്ടെത്തുന്നത്. സോ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒറിജിനാലിറ്റി വെല്ലുന്ന ഒരു കഥ തന്നെയാണ് ഈ രേഖാചിത്രം എന്ന് പറയുന്നത്. ഇത് രേഖ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ചിത്രം, അത് സ്കെച്ച് ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു കഥ പോകുന്നത്. സോ എന്തായാലും നല്ലൊരു പെർഫെക്റ്റ് കഥയാണ്. ഇപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു ഒറിജിനൽ നടന്ന സംഭവം എന്നാണ്. ഒറിജിനൽ അല്ല. ഞാനും കുറെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഒറിജിനൽ അല്ല. ഇത് ഈ ഒരു ഇമാജിനറി രീതിയിൽ സിനിമ മോഡൽ ആക്കിയതാണ്. പിന്നെ അതുപോലെ ഇത് ഒറിജിനൽ ആണെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞു ഈ ഒരു സെയിം സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ റമ്മി സർക്കിൾ ആയിരുന്നാലും അതുപോലെ തന്നെ അല്ല എടുത്തു കാണിക്കുന്ന വീണ്ടും എടുത്തു കാണിക്കുന്ന രംഗം എന്ന് വെച്ചാല് മറ്റേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മാസപ്പടി വിവാദം ഉണ്ടല്ലോ, അത് അതിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതും എടുത്ത് കാണിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ഒത്തു ചേരുമ്പോൾ ആളുകൾ വിചാരിക്കും ഒറിജിനൽ ആണെന്ന്. പക്ഷെ ഇത് ഒറിജിനൽ അല്ല, എല്ലാവരും ഒരു ഇമാജിനറി രീതിയിൽ സെറ്റ് ചെയ്തതാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല, ഇനി കാണണം. കാണേണ്ട സിനിമയാണ്. അത്യാവശ്യം കൊള്ളാം. നമ്മൾ കൊടുക്കുന്ന സമയം വാല്യുബിൾ ആണ്. എന്തായിരുന്നാലും ഈ ഒരു ചിത്രത്തിന് നിങ്ങളെ അഭിപ്രായം ജസ്റ്റ് നമുക്ക് അറിയിക്കാം. അടുത്ത വീഡിയോ കാണാം.